ഇപ്പം ഇങ്ങനെയാണെങ്കിൽ ഇനി നാളെ BJPയും മുസ്ലിം ലീഗും കേരള കോൺഗ്രസും ഒക്കെ എന്ത് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇനി ചത്തുപോയ SNDPയും NDPയും SRPയും ഒക്കെ ഉയർന്നു വരാൻ അധിക സമയം വേണ്ട. അതെ, കേരളത്തിൽ പിന്നെ കേരളത്തിൽ എത്രയാ, ഞാൻ ഒരു കണക്ക് നോക്കി, 164 മുന്നോക്ക ജാതികളുണ്ട്. SCയിൽ 53 STയിൽ 35 അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നാൽ തന്നെ ഏതാണ്ട് 250 ജാതി മത വിഭാഗങ്ങളുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ ഉണർത്താനും ഇതിനൊക്കെ ഓരോ നേതാക്കളെ ഉണ്ടാക്കിക്കൊണ്ട് ഇതിനൊക്കെ രാഷ്ട്രീയ പാർട്ടികളോ അല്ലെങ്കിൽ സാമുദായിക സംഘടനകളോ വന്ന് കേരളം ഒരു രാഷ്ട്രീയ ഭ്രാന്താലയമാകുമോ എന്ന് ഭയക്കേണ്ടിയിരിക്കുന്നു. അതെ, 1890 സ്വാമി വിവേകാനന്ദൻ ഇവിടെ വന്നപ്പോൾ അദ്ദേഹം ഇന്ത്യ മുഴുവൻ സന്ദർശിച്ചു കേട്ടോ. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും സന്ദർശിച്ച് അവസാനമാണ് കേരളത്തിൽ വന്നത്. അപ്പോൾ ഈ ബീഹാറിനേക്കാളും UPയേക്കാളും മോശമായ അവസ്ഥയായിരുന്നു 1890 കേരളത്തിൻ്റെ അവസ്ഥ. ഇത് കണ്ടിട്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഇത് ഭ്രാന്താലയമാണോ, തൊട്ടാൽ കുളിക്കണം, മുന്നോക്ക ജാതിക്കാരനെ എന്നൊക്കെയുള്ള അവസ്ഥ, ക്ഷേത്രങ്ങളിൽ കയറ്റാത്ത അവസ്ഥ. ഇതൊക്കെ കണ്ടിട്ട് ഡോക്ടർ പൽപ്പുവിനോടാണ് പറഞ്ഞത്, ഞാൻ ഒരു സ്വാമിയെ വിട്ടുതരാം, നിങ്ങളും കൂടെ നിന്ന് ഇതിന് പരിവർത്തനത്തിന്. ഡോക്ടർ പൽപ്പു അന്ന് അങ്ങനെയാണ് അദ്ദേഹത്തിന് എൻലൈറ്റൻ ആയത്, അദ്ദേഹമാണ് ഉണർത്തിച്ചത്. അതുപോലെ ഒരു പുതിയ സ്വാമി വിവേകാനന്ദൻ വന്ന് രാഷ്ട്രീയ ഭ്രാന്താലയത്തിന് ഒരു മാറ്റം വരുത്താൻ ഒരു സ്വാമിയെ വിട്ടുതരേണ്ട അവസ്ഥയിലുണ്ടോ എന്ന്, ഒരു ആത്മീയ സ്വാമി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അത്തരത്തിലല്ല ഞാൻ പറയുന്നത്, വർഗീയമായിട്ടല്ല പറയുന്നത്, ഒരു ആത്മീയ പരിവർത്തനം, അതാണ് സ്വാമി വിവേകാനന്ദൻ ഉദ്ദേശിച്ചത്. ഇന്നിപ്പോൾ നമ്മൾ ഈ ഭൗതികമായ ചിന്തകൾ മാത്രം വെച്ചിട്ടാണ് നമ്മുടെ എല്ലാം നടന്നത്. ഒരു ആത്മീയ പരിവർത്തനവും കൂടെ കേരളത്തിന് ആവശ്യമാണ്. ആ ആത്മീയ പരിവർത്തനത്തിന് തിരികൊളുത്താൻ ഒരു സുകുമാർ അഴീക്കോടോ ഒരു സുഗതകുമാരിയോ ONV കുറുപ്പോ ഒന്നും ഇല്ലാതായിരിക്കുന്നു. അപ്പോൾ പുതിയ ഒരു നേതാവോ ഒരു സ്വാമിയോ അല്ലെങ്കിൽ ഒരു മുസ്ലിം മത പണ്ഡിതനോ ആരെങ്കിലുമൊക്കെ വരേണ്ട കാലഘട്ടം ആയിരിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കും.